ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഒരു മടിയനായ ഉറുമ്പിനെയും കഠിനാധ്വാനിയായ തേനീച്ചകളെയും കുറിച്ചാണ്. അലസനായ ഉറുമ്പും കഠിനാധ്വാനിയായ തേനീച്ചകളും ഒരിടത്തൊരിടത്തായി ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരുന്ന ഒരു മടിയനായ ഉറുമ്പുണ്ടായിരുന്നു. അവൻ എപ്പോഴും മറ്റു ഉറുമ്പുകളുടെ കൂടെ ഭക്ഷണം ശേഖരിക്കാൻ സഹായിക്കാതെ തന്റെ സുഖപ്രദമായ കൂടിൽ ഉറങ്ങിയിരുന്നു. താൻ അവരെക്കാൾ മിടുക്കനാണെന്നും എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം കണ്ടെത്താമെന്നും അയാൾ കരുതി. ഒരു ദിവസം കഠിനാധ്വാനിയായ ഒരു തേനീച്ച പൂവിൽ നിന്ന് പൂവിലേക്ക് പറന്ന് അമൃത് ശേഖരിക്കുന്നത് അവൻ കണ്ടു. ഉറുമ്പ് കൗതുകത്തോടെ തേനീച്ചയെ പിന്തുടരാൻ തീരുമാനിച്ചു. തേനീച്ച ഒരു കൂട്ടിൽ കടന്ന് ഒരു തുള്ളി തേനുമായി പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ഉറുമ്പ് ചുണ്ടുകൾ നക്കി, എന്തൊരു സ്വാദിഷ്ടമായ ട്രീറ്റ് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു. തേനീച്ച അവിടെ നിന്നും പറന്നു പോകുന്നതുവരെ അവൻ അവിടെ കാത്തിരുന്നു. തേനീച്ച അവിടെ നിന്നും പോയതും അവൻ മെല്ലെ ആ തേനീച്ച കൂട്ടിൽ കയറി, എന്നിട്ട് അതിൽ കൈയിട്ട് അത്യാഗ്രഹത്തോടെ എല്ലാ തേനും വാരി വാരി തിന്നാൻ തുടങ്ങി. അപ്പോഴേക്കും ആ കൂട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്ന മറ്റു തേനീച്ചകളെ അവൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നുഴഞ്ഞു കേറിയ ഉറുമ്പിനെ കണ്ടതും അവർ എല്ലാരും ചേർന്നു അവരുടെ കൊമ്പുകൾ കൊണ്ട് ഉറുമ്പിനെ നന്നായി കുത്തി ആക്രമിച്ചു. ഉറുമ്പ് വേദന കൊണ്ട് നിലവിളിച്ച് തേനീച്ചക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയോടി. മുഴുവൻ മുറിവുകളും പാടുകളും കൊണ്ട് അവന് ആകെ വല്ലാത്ത വേദന തോന്നി. അതോടെ ആ ഉറുമ്പ് തന്റെ തെറ്റുകൾ മനസ്സിലാക്കി സങ്കടപ്പെട്ടു. മടിയനാകാതെ, മറ്റുള്ളവരുടെ മോഷ്ടിക്കാതെ, കഠിനാധ്വാനം ചെയ്ത് സ്വന്തം ഭക്ഷണം സമ്പാദിക്കണമെന്ന് അവൻ മനസ്സിലാക്കി. അവൻ തേനീച്ചകളോട് പിന്നീട് പോയി ക്ഷമ ചോദിക്കുകയും തന്റെ രീതികൾ മാറ്റാമെന്നും ഉറപ്പുകൊടുത്തു. തേനീച്ചകൾ അവനോട് ക്ഷമിക്കുകയും കുറച്ച് തേൻ സമ്മാനമായി നൽകുകയും ചെയ്തു. ഉറുമ്പ് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്റെ കൂട്ടിലേക്ക് മടങ്ങി. പിന്നീട് അവൻ തന്റെ സഹ ഉറുമ്പുകളുടെ ജോലിയിൽ ചേരുകയും ആ കോളനിയിലെ സന്തോഷവാനും സഹായകനുമായ അംഗമായി മാറി. കഥയുടെ ധാർമ്മികത ഇതാണ്: അലസത കുഴപ്പത്തിലേക്ക് നയിക്കുന്നു, എന്നാൽ കഠിനാധ്വാനം നല്ല പ്രതിഫലം നൽകിത്തരുന്നു. ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടെ ലൈക്ക് ബട്ടണും അമർത്തി നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഹലോ കൂട്ടുകാരെ, ഇത് ഒരു സൂത്രശാലിയായ കുറുക്കന്റെയും അലസനായ കരടിയുടെയും കഥയാണ്. സൂത്രശാലിയായ കുറുക്കനും അലസനായ കരടിയും. പണ്ട് ഒരു കാട്ടിൽ ഒരു സൂത്രശാലിയായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. അവൻ വളരെ മിടുക്കനും കൗശലക്കാരനുമായിരുന്നു. അവന് മറ്റു മൃഗങ്ങളെ കബളിപ്പിക്കുന്ന ഒരുത്തൻ ആയിരുന്നു. ഒരു ദിവസം മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുകയായിരുന്ന ഒരു അലസനായ കരടിയെ അവൻ കണ്ടുമുട്ടി. കുറുക്കൻ കരടിയുടെ സുഖമായുള്ള കിടപ്പു കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൻ കരടിയുടെ അടുത്തു ചെന്ന് ചെവിയിൽ മന്ത്രിച്ചു, മിസ്റ്റർ കരടി, മിസ്റ്റർ കരടി, ഉണരൂ. കാടിന്റെ മറുവശത്ത് ഒരു വലിയ തേൻ കട്ടയുണ്ട്. അതിൽ നിറയെ മധുരമുള്ള തേൻ ഞാൻ കണ്ടു. മറ്റാരെങ്കിലും എടുക്കുന്നതിനു മുമ്പ് നിങ്ങൾ പോയി അത് എടുക്കൂ. കരടി കണ്ണു തുറന്ന് ചുണ്ടുകൾ നനച്ചു വെള്ളമിറക്കി. അവൻ മറ്റെന്തിനേക്കാളും തേനിനെ സ്നേഹിച്ചിരുന്നു. കുറുക്കനോട് തേൻകൂടെവിടെയെന്ന് കരടി ചോദിച്ചു. അതൊരു ഉയരമുള്ള മരത്തിന്റെ മുകളിലാണ്, നദിക്കടുത്താണ്. സൂക്ഷിച്ചു നോക്കിയാൽ ഇവിടെ നിന്ന് കാണാം. കുറുക്കൻ അകലെയുള്ള ഒരു മരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ ഒരു കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ തേൻകൂടും കണ്ടു. കൊള്ളാം, അത് രുചികരമായി തോന്നുന്നു. മിസ്റ്റർ കുറുക്കൻ, ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞതിന് നന്ദിയുണ്ട്. ഞാൻ ഉടൻ പോയി അത് എടുക്കാം. തണലിനു താഴെ തന്റെ സുഖപ്രദമായ സ്ഥലം ഉപേക്ഷിച്ചു കരടി എഴുന്നേറ്റു മരത്തിന്റെ അടുത്തേക്ക് ഓടി. കുറുക്കൻ ഒരു വക്രച്ചിരി പുഞ്ചിരിച്ചു, എന്നിട്ട് ആ കരടിയുടെ സ്ഥാനം പിടിച്ചു. അയാൾ മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി കിടന്നുറങ്ങി. ഇതിനിടയിൽ കരടി മരത്തിനരികിൽ എത്തി തേൻകൂട്ട് എടുക്കാൻ കയറി. എന്നാൽ അതിൽ തൊട്ടപ്പോൾ തന്നെ അത് യഥാർത്ഥ തേൻ കൂടല്ലെന്നും വൈക്കോലും ചെളിയും കൊണ്ട് ഉണ്ടാക്കിയ വ്യാജമാണെന്നും മനസ്സിലായി. സമീപത്ത് ഒളിച്ചിരുന്ന് ചില വേട്ടക്കാർ ഒരുക്കിയ കെണിയായിരുന്നു അത്. അപ്പോൾ തന്നെ ആ വേട്ടക്കാർ പുറത്തേക്ക് ചാടി കരടിയുടെ മേൽ വല വീശി അവനെ പിടികൂടി. കരടി ആകെ ഞെട്ടുകയും ദേഷ്യപ്പെടുകയും ചെയ്തു. തന്നോട് കള്ളം പറഞ്ഞ് തന്റെ സ്ഥാനം പിടിച്ച കുറുക്കനാണ് തന്നെ കബളിപ്പിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി.
അവൻ രോഷത്തിലും ഖേദത്തിലും അലറി. പക്ഷേ അപ്പോഴേക്കും സമയം വളരെ വൈകിപ്പോയിരുന്നു. ഇതാണ് ഇന്നത്തെ കഥ. ഈ കഥയിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നമുക്ക് സ്വന്തമായി സാധിച്ചെടുക്കാൻ കഴിയാത്തത്ര എന്തെങ്കിലും അപരിചിതർ വാഗ്ദാനം ചെയ്താൽ അവരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അത് ചിലപ്പോൾ പല പ്രശ്നങ്ങളിൽ ചെന്നെത്തിക്കും. അതുപോലെ അലസമായി ഇരുന്നാൽ എളുപ്പവഴികൾ തേടിപ്പോയി പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും ഈ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. മറ്റു കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു ലൈക്ക് ബട്ടൺ അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കഥ ഒരു ചെറിയ ഉറുമ്പും ഒരു വലിയ കുക്കിയെയും പറ്റിയാണ്. ഒരു ദിവസം ഒരു ചെറിയ ഉറുമ്പ് പാർക്കിൽ നടക്കുമ്പോൾ ഒരു ബെഞ്ചിൽ ഒരു വലിയ കുക്കി കണ്ടു. അത് വളരെ രുചികരവും കൊതിപ്പിക്കുന്നതുമായിരുന്നു. അവൻ അതിൽ നിന്നും ഒരു കഷ്ണം കഴിക്കാൻ തീരുമാനിച്ചു. അവൻ ബെഞ്ചിൽ കയറി കുക്കിയുടെ അടുത്തെത്തി. പക്ഷേ അത് അവന് എടുക്കാൻ പറ്റാത്തത്ര വലുതായിരുന്നു. അവൻ അതിൽ നിന്നും ഒരു കഷ്ണം പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അതും അവന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവൻ അത് ബെഞ്ചിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിച്ചു. പക്ഷേ അത് വളരെ ഭാരമുള്ളതായിരുന്നു. അവനു എത്ര ശ്രമിച്ചിട്ടും പറ്റാതായപ്പോൾ നിരാശയോടെ അവൻ തന്റെ പരിശ്രമം നിർത്താൻ തീരുമാനിച്ചു. അപ്പോളാണ് അവന് അപ്പുറത്തുനിന്നും ഒരു ശബ്ദം കേട്ടത്. ഏയ്, നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? ഉറുമ്പിന്റെ പോരാട്ടം കണ്ടുകൊണ്ടിരുന്ന ഒരു വണ്ടായിരുന്നു അത്. വേണം, തങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ദയവായി, ഉറുമ്പ് പറഞ്ഞു. എനിക്ക് ഈ കുക്കി കഴിക്കണം, പക്ഷേ ഇത് എനിക്ക് വളരെ വലുതും ഭാരമുള്ളതുമാണ്. അപ്പോൾ ആ വണ്ട് അവനോട് പറഞ്ഞു, ശരി, എങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് പങ്കിട്ട് തിന്നൂടാ? ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിക്കാൻ എനിക്ക് നിങ്ങളെ സഹായിക്കാനാകും. നമുക്ക് ഓരോരുത്തർക്കും പല ഭാഗങ്ങളും ലഭിക്കും. ശരിക്കും നീ എനിക്കായി അത് ചെയ്യുമോ? ഉറുമ്പ് ചോദിച്ചു. തീർച്ചയായും. പങ്കിടൽ കരുതലുള്ളതാണ്. ഒരു സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ രസകരവും സന്തോഷപ്രദവുമല്ലേ? അപ്പോൾ തന്നെ കുക്കി പൊട്ടിക്കാൻ ആ വണ്ട് അവളുടെ ശക്തമായ കൊമ്പുകൾ ഉപയോഗിച്ചു. പല കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. ഒപ്പം കഷ്ണങ്ങൾ അടുത്തുള്ള ഇലയിലേക്ക് മെല്ലെ കൊണ്ടുപോകാൻ ഉറുമ്പും അവളെ സഹായിച്ചു. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ആ ലഘുഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. അവർ പരസ്പരം നന്ദി പറഞ്ഞു സന്തോഷിച്ചിരുന്നു. കഥയെല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയുടെ ധാർമ്മികത ഇതാണ്. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സഹായം ആവശ്യമാണ്. ഉള്ളത് പങ്കിടാൻ നാം തയ്യാറായിരുന്നാൽ നമുക്ക് പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും കൂടുതൽ സന്തോഷങ്ങൾ നേടാനും ആസ്വദിക്കാനും സാധിക്കും. ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ലൈക്ക് ബട്ടൺ അമർത്തുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ചെറിയ പക്ഷിയുടെയും ഒരു വലിയ വൃക്ഷത്തെയും പറ്റിയൊരു കഥ കേൾക്കാം. ഒരു ചെറിയ പക്ഷിയും വലിയ വൃക്ഷവും. പണ്ട് ഒരു വലിയ മരത്തിൽ ഒരു ചെറിയ പക്ഷി താമസിച്ചിരുന്നു. ആ മരം വളരെ പഴക്കമുള്ളതും ധാരാളം ശാഖകളും ഇലകളും ഉള്ളതുമായിരുന്നു. ആ കുഞ്ഞു പക്ഷിക്ക് ആ മരത്തെ ഇഷ്ടമായിരുന്നു. അവൾ അതിന്റെ ഒരു ശാഖയിൽ സുഖപ്രദമായ കൂടുണ്ടാക്കുകയും ചെയ്തു സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും ആ കുഞ്ഞിക്കിളി ആ കാട്ടിൽ പറന്ന് ഭക്ഷണം തേടുമായിരുന്നു. ഇപ്പോഴും അവൾ ആ മരത്തിന് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുകയും തനിക്ക് ഒരു വീട് നൽകിയതിന് നന്ദി പറയുകയും ചെയ്യും. ആ ചെറിയ പക്ഷിയെ ഓർത്ത് ആ വൃക്ഷം വളരെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു. ഒരു ദിവസം ഒരു മരം വെട്ടുകാരൻ ആ കാട്ടിൽ വന്നു നോക്കുമ്പോൾ ആ വലിയ മരം കണ്ടു. അതിൽ നിന്നും അയാൾക്കു നന്നായി തീ കത്തിക്കാനുള്ള നിറയെ വിറകു കഷ്ണങ്ങൾ മുറിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അവൻ കോടാലി എടുത്ത് മരം വെട്ടാൻ തുടങ്ങി. ബഹളം കേട്ട് പക്ഷി തന്റെ കൂട്ടിലേക്ക് പറന്നു. വിറകുവെട്ടുകാരനെ കണ്ട് അവൾ ഭയന്നുപോയി. ഉടൻ തന്നെ അവൾ ആ മരത്തെ വെറുതെ വിടാൻ അയാളോട് അപേക്ഷിച്ചു. ദയവായി സാർ, ഈ മരം മുറിക്കരുത്. ഇത് എന്റെ വീടും എന്റെ സുഹൃത്തുമാണ്. ഇത് എനിക്ക് താങ്ങും തണലും നൽകിക്കൊണ്ടുവരുന്നു. വർഷങ്ങളായി ഇത് ഇവിടെയുണ്ട്. ഒരുപാട് കാലങ്ങളും കാര്യങ്ങളും ഈ മരം കണ്ടിട്ടുണ്ട്. ഇത് വളരെ അമൂല്യവും മനോഹരവുമാണ്. ദയവായി ഈ മരത്തിനെ ഒഴിവാക്കുക. വിറകുവെട്ടുകാരന് ആ ചെറിയ പക്ഷിയെ കണ്ടിട്ട് അവളോട് ഒരു സഹതാപം തോന്നി.
ആ മരം വെറുമൊരു വിറകിന്റെ സ്രോതസ്സല്ലെന്നും വികാരങ്ങളും ഓർമ്മകളുമുള്ള ഒരു ജന്മമാണെന്നും അയാൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ മരത്തെ ഒഴിവാക്കി മറ്റൊന്ന് അന്വേഷിക്കാൻ അയാൾ തീരുമാനിച്ചു. അയാൾ കോടാലി താഴെയിട്ട് പക്ഷിയോട് പറഞ്ഞു, "നീ പറഞ്ഞത് ശരിയാണ്, കുഞ്ഞിക്കിളി. ഈ വൃക്ഷം വളരെ പ്രത്യേകതയുള്ളതും ഇനിയും ഇവിടെ ജീവിക്കാൻ യോഗ്യവുമായതാണ്. ഞാൻ അതിനെ ഉപദ്രവിക്കില്ല. നിങ്ങളുടെ സുഹൃത്തിനോടൊപ്പം സന്തോഷത്തോടെ നിനക്ക് ഇവിടെ താമസിക്കാം." കുഞ്ഞിക്കിളിക്ക് വളരെ സന്തോഷമായി. അവൾ ആ മരംവെട്ടുകാരന്റെ ദയയ്ക്ക് തിരിച്ച് നന്ദി പറഞ്ഞു. അവൾ തിരികെ മരത്തിലേക്ക് പറന്നു. ചിറകുകൾ കൊണ്ട് ആ മരത്തിനെ കെട്ടിപ്പിടിച്ചു പുഞ്ചിരിച്ചു. പിന്നീട് ആ മരംവെട്ടുകാരൻ ആ കാട് വിട്ടിട്ട് തിരിച്ചു വന്നിട്ടില്ല. അതോടെ ആ ചെറിയ പക്ഷിയും ആ വലിയ മരവും സന്തോഷത്തോടെ അവിടെ ജീവിച്ചുപോയി. കഥയുടെ ധാർമ്മികത ഇതാണ്: പ്രകൃതിയെയും അതിലെ എല്ലാ ജീവജാലങ്ങളെയും നാം ബഹുമാനിക്കണം. അവർക്ക് വികാരങ്ങളും മൂല്യവുമുണ്ട്. നമ്മുടെ സ്വാർത്ഥ ആവശ്യങ്ങൾക്കായി അവയെ നശിപ്പിക്കരുത്. അവരുമായി ഇണങ്ങി ജീവിക്കുകയും അവരെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും വേണം. ഇനി നിങ്ങൾക്ക് ഈ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നു കരുതുന്നു. വരൂ, നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ അമർത്തുക. കൂടെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക.